ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം മഴ ഒന്ന് നിൽക്കും, പിന്നെ ഒരു വലിയ മഴ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഉച്ചയാവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. കുറച്ച് സമയമാണ് അത് ഉണ്ടായിരുന്നു, ഒരു അരമണിക്കൂറോളം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമക്കളെ കഴിച്ചു വിട്ടേക്കാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. എപ്പോഴാണ് മഴ പെയ്യാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് ഗോതമ്പടിയും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പുട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ പിന്നെ ഇന്ന് അട ചൂടാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പഴം പുഴുങ്ങിയതും കൂട്ടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ കൊഴുവ വാങ്ങി വെച്ചിട്ടുണ്ട്. കൊഴുവയൊക്കെ നന്നാക്കി എടുക്കാൻ കഴിച്ച പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴുമാണ് മീൻ വാങ്ങുന്നുള്ളൂ കേട്ടോ. നമുക്ക് മീനിനോട് അല്പം ഭയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങുമ്പോൾ നമ്മുടെ മൗഗ്ലി മോനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തെ ഭയങ്കര സന്തോഷവും എടുത്തുകൊണ്ട് ഓടലും ഒളിച്ചിരുന്ന് കഴിക്കലും അങ്ങനെയൊക്കെ ആയിട്ടാണ് റീയും മൗഗ്ലിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നന്നാക്കലും പിന്നെ വീഡിയോ പിടുത്തവും കൂടി ഒരുമിച്ച് അങ്ങോട്ട് നടക്കില്ലല്ലോ. അപ്പം ഞാനൊരു ചെറിയ സവാളയും അതുപോലെ തന്നെ നമ്മുടെ കുടംപുളിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. മീനും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ വിചാരിച്ചിട്ടുള്ള ഒരു കൊഴുവക്കറിയാണ് ഇന്ന് വെക്കുന്നത്. പിന്നെയുണ്ടല്ലോ, നമ്മുടെ മൗഗ്ലിക്കൂട്ടനാണെങ്കിൽ കൊഴുവ വറുത്തത് കഴിക്കുകയില്ല കേട്ടോ. കൊഴുവ വറുത്തത് ഇട്ട് കൊടുത്ത് അവൻ കഴിക്കില്ല. എന്നാലോ കറി വെച്ചതിൽ നിന്നുള്ള കൊഴുവിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുക എന്താണാവോ, രണ്ട് ടേസ്റ്റാണോ എന്തോ, കുട്ടിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. വേറെ മീനുകളൊക്കെ ആണെങ്കിൽ വറുത്തതായാലും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ലേശം വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തിളച്ച് വന്നപ്പോൾ നമ്മൾ കൊഴുവയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നാളികേരപ്പാൽ ഒഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ നാളികേരപ്പാൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നല്ല പോലെ വെട്ടി തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ ചെരുകിയെടുത്ത് നല്ലപോലെ അടിച്ച് നമുക്ക് പാലാക്കി അങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ നാളികേരപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല പോലെ തിളക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഉള്ളിയൊക്കെ കാച്ചി അങ്ങോട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നല്ല കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ല് തന്നെയാണ്. അപ്പോൾ അതും കൂടി അതിലങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് വേപ്പിലയും ഇട്ട് നമുക്ക് ഒന്നടച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഇനി നമ്മുടെ വീട്ടിലാണെങ്കിൽ അപ്പുറത്ത് മുരിങ്ങ മരം ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ തണ്ടാണ് ഈ ചാഞ്ഞ് കിടക്കുന്നത്. അതിൽ ധാരാളം ഇലയുണ്ട്. അപ്പോൾ ആ ഇല ഇട്ടിട്ട് നമുക്ക് ഇന്ന് ഒരു തോരൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൊഴുവ വറുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ കാച്ചി ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഒരു മുരിങ്ങ മരത്തിൻ്റെ ഒരു വലിയ തണ്ട് ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ എടുത്ത് ഞാനും അമ്മയും കൂടിയിട്ട് അതൊക്കെ അടർത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുരിങ്ങയില തോരൻ വെക്കാം. ഒരു ചെറിയ സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മുരിങ്ങയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നാളികേരം ചെരുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു മൂടി ഒന്ന് ചിക്കി എടുക്കുമ്പോഴേക്കും വേഗം ഔട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മുരിങ്ങയില തോരൻ റെഡിയാവും കേട്ടോ. അപ്പോൾ നല്ല സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണല്ലോ മുരിങ്ങയില വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ കളയാതെ നമ്മളിതിങ്ങനെയൊക്കെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ. കഞ്ഞിക്കൊപ്പമൊക്കെ ഈ മുരിങ്ങയില തോരനൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരി നന്നാക്കി എടുത്താലും ഉണ്ടാക്കി വരുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ പഴച്ചക്ക പ്ലാവിൽ നിന്ന് ഒരു ചക്ക വീണിട്ടുണ്ട്. ചക്ക പൊട്ടിപ്പൊളിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എടുത്തും കഴിഞ്ഞ് വെട്ടി വെച്ചും കഴിഞ്ഞ് വെട്ടി പൊളിച്ചങ്ങോട്ട് നോക്കാം കേട്ടോ. അങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമുള്ള നല്ല ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ചക്കച്ചുളകളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കുരിയൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കിയും കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിൽ വെച്ചും കഴിഞ്ഞിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ശർക്കര കട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിട്ട് കുറച്ച് സമയം ഒന്ന് ഞാൻ തീ കത്തിക്കാതെ തന്നെ ഒന്ന് ഇളക്കി ലേശം വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ശർക്കര ഒന്ന് ഇങ്ങനെ ആയതിന് ശേഷം നനഞ്ഞ് ഇതൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ മൂടി വെച്ചും കഴിഞ്ഞിട്ട് വേവിച്ചത് കേട്ടോ. അങ്ങനെ 2 വിസിലങ്ങോട്ട് കേൾപ്പിച്ചതിന് ശേഷം തുറന്ന് നോക്കി കഴിഞ്ഞ് വീണ്ടും കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് അങ്ങനെയുള്ള ഒരു വെഴുകിയെടുക്കലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ മിക്സിയിലിട്ടും കഴിഞ്ഞിട്ട് ഒന്ന്
കറക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കില്ല കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഞാൻ വേവിക്കാറ്. പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതാ ഈ ചക്കച്ചുളയുടെ ആ കടഭാഗം ഉണ്ടല്ലോ, അതിന് കട്ടിയുണ്ട്, അത് അതുപോലെ തന്നെ കിടക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ തവി വെച്ച് കഴിഞ്ഞിട്ട് കുത്തി ഒന്ന് ഇളക്കി കുറച്ച് സമയം പിടിച്ചു കൂട്ടാം, അതൊന്നും ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പോലെ എന്താ പറയുക, അലുവാപ്പാകാവുന്നത് പോലെയൊന്നും ആയില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റും നല്ലതാണ് കേട്ടോ. 2 ഏലക്കായൊക്കെ ചതച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തും കഴിഞ്ഞ് ഗോതമ്പ് പൊടി ചേർത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ നാളികേരമൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. കാരണം ചക്കയ്ക്കാണെങ്കിൽ ഭയങ്കര മധുരമുണ്ട്. പിന്നെ നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട്, നാളികേരം ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്കത് അങ്ങോട്ട് പരത്തിയെടുത്തും കഴിഞ്ഞാൽ ആവിയിൽ വേവിക്കാം കേട്ടോ. അപ്പോൾ പലതരത്തിൽ നമുക്ക് ചക്ക വരട്ടി വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഏറ്റവും സുഖം അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. അതാകുമ്പോൾ ഒട്ടും കട്ടിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. ഇന്ന് ഞാൻ ലേശല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് പരത്താണ്. ഈ മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ചക്കടയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ. മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കട്ടൻ ചായയും ചക്കടയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇത് തന്നെ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ പ്ലാവിൻ്റെ ഇലയിൽ കുമ്പിൾ കുത്തിയും കഴിഞ്ഞിട്ട് അതിൽ കോഴി നിറച്ചും കഴിഞ്ഞിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നും ഇതിന് വേറെ ടേസ്റ്റും അങ്ങനെ ഉണ്ടാക്കുന്നതിന് വേറെ ടേസ്റ്റൊക്കെ ആയിട്ട് തോന്നും. ഒരേ സംഭവം തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് തോന്നാറ് കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് സുഖമായിട്ട് ഇതങ്ങോട്ട് പരത്തി നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരത്തൽ കഴിയുമ്പോഴേക്ക് അത് തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടും. അങ്ങനെ നമ്മൾ ടൈം ഒട്ടും വേസ്റ്റ് ആക്കാതെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. വീട്ടമ്മമാർക്ക് പെട്ടെന്ന് പണിയൊക്കെ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ചെയ്യുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒത്തിരി ഫ്രീ ടൈമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വെട്ടി തിളയ്ക്കുന്നുണ്ടായിരുന്നു. വേഗം അതങ്ങോട്ട് വെച്ചും കഴിഞ്ഞ് കുറച്ച് സമയം മതി. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിരിക്കുന്നതാണല്ലോ. അങ്ങനെ നല്ല പോലെ വെന്തിട്ടുണ്ടെങ്കിൽ ഇലയൊക്കെ വാടി നമ്മൾ പിടിച്ചിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അടർന്നങ്ങോട്ട് പോരും കേട്ടോ. ആ ഒരു പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മളിത് ആ വലിയ കിണ്ണത്തിലൊക്കെയാണ് അത് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ചും കഴിഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കണം. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഇത് കുറേ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എടുക്കാം. അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് സീസൺ അനുസരിച്ച് കിട്ടുന്ന സാധനങ്ങളൊന്നും തന്നെ നമ്മൾ കളയാതെ നമ്മളത് ഉപയുക്തമാക്കാനായിട്ട് നോക്കണം കേട്ടോ. ചക്കയോ മാങ്ങയോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളതൊക്കെ ഉപയോഗിക്കണം. കാരണം സീസൺ അനുസരിച്ച് കിട്ടുന്ന ആ ഫലങ്ങളൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് കേട്ടോ. എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡൊന്നും വാങ്ങി കഴിക്കാതെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള യാതൊരു മായങ്ങളും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിക്കണം. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അവർ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കുകയാണ്. അമ്മയ്ക്കുള്ള ചായയും അടയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ ചൂടാറുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചക്കടയൊക്കെ കൂട്ടി ചായ കുടിച്ചതിന് ശേഷം രമേശേട്ടൻ പുറത്തേക്ക് പോകണം. ഇവിടെയാണെങ്കിൽ ഈ ഇരുമ്പം പൊടി വലിയ ശല്യമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അയല അങ്ങോട്ട് പൊഴിഞ്ഞിട്ട് അടിക്കാനും പറ്റുന്നില്ല, നീങ്ങൂല്ല. അടിച്ചാൽ എന്നും ഞാൻ കംപ്ലൈൻറ്റ് പറയും കേട്ടോ. അങ്ങനെ രമേശേട്ടൻ അതിൻ്റെ കമ്പൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. കാര്യം ഇരുമ്പും പുളി ഇഷ്ടമാണെങ്കിലും ഈ ഒരു മഴക്കാലത്ത് ഇലകൾ ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. മുറ്റടിക്കാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ച് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമാകുമ്പോൾ നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളുടെ കമ്പുകളൊക്കെ മുറിച്ച് കളയാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനും അതൊരു ദോഷം തന്നെയാണ്, വീടിൻ്റെ മുകളിലേക്ക് വീഴുമെന്നുള്ളത്. അതുകൂടാതെ വീട്ടമ്മമാർക്കും അത് വലിയൊരു പണി തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മഴക്കാലത്തൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ജോലി എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ സന്ധ്യാസമയമൊക്കെ ആയിട്ടുണ്ട്. കോഴിമക്കൾ കൂട്ടിൽ കയറേണ്ട സമയമാണ്. പക്ഷേ ഞങ്ങളിവിടെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി അവർ കളിച്ച് അവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തൊന്ന് പോകുന്ന ഒരു സമയം കണ്ടാലാണ് അവർ കൂട്ടിലേക്ക് കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ.
ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.